എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് ചെറിയ പനി ഇതൊക്കെ വന്നു. അന്ന് എക്സാം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളെപ്പോൾ കാണുന്നു നിങ്ങൾക്ക് അപ്പോൾ അത് വാലിഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടുക. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട്. ഓക്കെ. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തരണം. നമുക്ക് റീഡിങ് എടുക്കാം കേട്ടോ. റീഡിങ് അല്ലെങ്കിലും എടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് തന്നില്ലെങ്കിലും എടുക്കും. എന്നാലും തന്നാൽ വിശദമായിട്ട് നോക്കാം, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ്, യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ്. യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 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 അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ദയവായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഒരു ചെറിയ പണി വന്നിട്ടിരിക്കണ്ടല്ലോ. ആരെങ്കിലും നിങ്ങൾക്കിട്ട് ചെറിയൊരു പണി തന്നിട്ടുണ്ടെന്നാണ് പറയണം കേട്ടോ. എന്തെങ്കിലും ചെറിയ ആചാരക്രിയകളോ നിങ്ങളുടെ കാര്യങ്ങൾ തടസ്സങ്ങൾ വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരെ അതുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തോ ഒരു പണി വന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് മറഞ്ഞിരുന്നോ. ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നിങ്ങളെ മറഞ്ഞിരുന്നുകൊണ്ട് ഉപദ്രവിക്കുന്നത് കേട്ടോ. എന്തോ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഏതെങ്കിലും തരത്തിലൊരു ചീറ്റിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരോ നിങ്ങളെ മറഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പണി, ഒരു ആചാരക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് മാറാതിരിക്കുക, അങ്ങനെ പല ശരീരത്തിൽ പല പല അത് വരും, സിംറ്റംസ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഒരു പണി വന്നിട്ടുണ്ടെന്നാണ് പറയണത് കുറച്ച് പേർക്ക് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് നോക്കുക. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ഒരു പണിയാണ് വന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പരിഹാരം എന്ന് വെച്ചാൽ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് മാറാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ തടസ്സം, ജോലിയിൽ തടസ്സം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തടസ്സം വരാം.
അങ്ങനെ ചിലർ കുശുമ്പൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ചിലർക്ക് ഇപ്പം ഇത്തിരി സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സമയമാണെന്നാണ് പറയണത്. ദാരിദ്ര്യം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയണത്. എല്ലാ വിശ്വാസങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയുടങ്ങി അത്രയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. നിങ്ങളുടെ ജോലിയാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുക, സാമ്പത്തിക നഷ്ടം വരിക. ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസമല്ല സ്നേഹം നഷ്ടപ്പെടുക, നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഒരു അകൽച്ച വരിക, വേർപിരിയൽ വരിക, എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കുറച്ച് പേർക്ക് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എന്ത് ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ ജോലിയോട് വളരെ ആത്മാർത്ഥതയൊക്കെ പുലർത്തുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്ത് ജോലി ചെയ്താലും അതിൽ വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങളെ പ്രശസ്തരാവാൻ സാധിക്കും എന്നാണ് പറയണത്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതിനുവേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ സിനിമയിലുള്ള ആളോ, സോഷ്യൽ മീഡിയ, അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ അറിയപ്പെടാനൊരു സാധ്യതയുള്ളൊരു ആൾക്കാരാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തി നിങ്ങൾ വലുതാക്കി കൊണ്ടുവരണം എന്നാണ് പറയണത്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വളരെ ടോപ്പായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ കേട്ടോ. എല്ലാ കാര്യത്തിൻ്റെയും നിങ്ങളെല്ലാം നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. നല്ല മനസ്സിൻ്റെയൊക്കെ ഒരു ഉടമയാണെന്നാണ് പറയണത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് പറയണത്. എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു അടുക്കും ചിട്ടടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള പേഴ്സണാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാൾ. അധികം പേടിയൊന്നുമില്ല. അങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരാനാണ് പോകുന്നത്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷവും സക്സസ്സും എല്ലാ കാര്യത്തിലും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇനി കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ലൊരു എന്താ പറയുക, നിങ്ങൾ സോൾമേറ്റാണ്. ഇനി അതിൽ ഉയർച്ചയാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ളൊരു സ്നേഹമൊക്കെയും എല്ലാം ഉണ്ടാവും. പ്യുവർ ലവ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ പ്യുവറായിട്ടുള്ള ലവ് ആണെന്നാണ് പറയണത്. ജീവിതത്തിൽ ഇനി വളരെ സന്തോഷവും സമാധാനം എല്ലാ സക്സസ്സൊക്കെ വരാൻ പോകണമെന്നാണ് പറയണത് കേട്ടോ. നിങ്ങളെന്താ വിചാരിക്കണേ ആ വിചാരിക്കണ കാര്യം നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ, നിങ്ങൾ ജന്മനാ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. നിങ്ങൾ വളരെ ഈശ്വരാനുഗ്രഹം ഒരുപാട് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ പറയുന്നത്. വളരെ ധൈര്യശാലികളായ ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരെ എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ടുള്ളൊക്കെ ഗ്രോത്താണ് ഇനി വരുന്നത്. റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിയിലായാലും എല്ലാത്തിലും നിങ്ങൾക്ക് ഇനി സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് നിങ്ങൾ ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. വളരെയധികം ഈശ്വരാധീനമുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പരിഹാരം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ്, അത്രയും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഫോണിലൂടെ അല്ലെങ്കിൽ കത്തിലൂടെയൊക്കെ എന്തെങ്കിലും മെസ്സേജുകൾ, നല്ല ന്യൂസുകൾ വരാനായിട്ടൊരു സമയമാണ്. നിങ്ങളുടെ ജോലിയിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ വരും. ഇനി എന്തായാലും നല്ലൊരു വളർച്ചയാണ്, നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് ഒരു കുട്ടികൾ ഉണ്ടാവാനായിട്ടൊരു സാധ്യത, കുട്ടികൾ ഉണ്ടാവാതെ ബുദ്ധിമുട്ടായിട്ടിരുന്നവർക്ക്
ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു സാധ്യതയാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വന്തം കഴിവിനെയൊക്കെ കണ്ടെത്തി അത് വളർത്തിയെടുത്ത് കൊണ്ടുവരണം. അതാണ് പറയണത്. പിന്നെന്താ, 7 ഓഫ് വാണ്ട് ഉണ്ട്. നിങ്ങളെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെടാനായിട്ടൊരു സാധ്യതയുണ്ട്. ഒരു തർക്ക വിഷയത്തിൽ അതിനൊരു നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറച്ച് പേർക്ക് കേട്ടോ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചെറിയ ഒരു സ്നേഹത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഒരു അതിർവരമ്പുകൾ വന്നു എന്നാണ് പറയുന്നത്. ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മിൽ ചെറിയൊരു അതിർവരമ്പ് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്താ കുറച്ച് വളരെ അസംതൃപ്തി, വിരസത, വിഷാദം, അങ്ങനെ കുറച്ച് പ്രയാസങ്ങളാണ് കുറച്ച് പേർക്കൊക്കെ. ഇത് കുറേ പേര് കാണുന്നതല്ലേ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു വിഷാദം, റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ താല്പര്യക്കുറവ്, നഷ്ടപ്പെടൽ, നിങ്ങൾ ജീവിതത്തോട് തന്നെ ജീവിക്കേണ്ടെന്ന് തന്നെ തോന്നുന്നു. അത്രയും ഒരു അവസ്ഥയിലാണ് കുറച്ച് പേരൊക്കെ പോകുന്നതാണ് പറയുന്നത്. ഒരുപാട് നിരാശയുണ്ട്, അലസതയുണ്ട്, കുറ്റബോധമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരുപാട് ഒട്ടും താല്പര്യമില്ല. അത്രയും പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കുറച്ച് പേരൊക്കെ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ വളരെയേറെ സങ്കടമാണ്. രാത്രിയിലൊന്നും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഉറക്കമില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. രാത്രിയിലൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കിടന്ന് ഉറക്കമില്ലാത്ത അവസ്ഥ, രാത്രിയിലൊക്കെ എണീറ്റിരുന്ന് കരയാൻ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, സംശയമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയൊരു അസംതൃപ്തി, സന്തോഷത്തിലൊരു കുറവുണ്ടെന്നാണ് പറയുന്നത്. വളരെ സന്തോഷമായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ബന്ധം എന്നാണ് പറയുന്നത്. രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കുക, കള്ളം പറയുക, പലതും തുറന്ന് പറയുന്നില്ല എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെ വിഷമിച്ചിട്ടാണ് കുറച്ച് പേരൊക്കെ പോകുന്നത്. നിങ്ങൾ ഒരുപാട് രാത്രിയൊക്കെ കിടന്നിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതെന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെയൊക്കെ ചെയ്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ആരോടെങ്കിലൊക്കെ ചെയ്ത തെറ്റിനൊക്കെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നൊരവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ പിന്നെന്താ, കുറച്ച് പേർക്കൊക്കെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാം, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനായിട്ടൊരു സാധ്യത. ഇപ്പം നിങ്ങളൊരു ബന്ധത്തിലായിട്ടത് നിങ്ങൾ ഇപ്പം നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ന്യൂ ബിഗിനിങ് വരുന്നു. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ്സും വിജയമാണ് വരുന്നത്. വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു സാധ്യതയാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്, നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കിടന്ന് കളിക്കുന്ന ഒരു തേർഡ് പാർട്ടി, ഇപ്പോൾ ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല, ജോലി അല്ലെങ്കിൽ എന്തായാലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടുകാരാ കൂട്ടുകാരാ, അങ്ങനെ ആരും എന്ത് വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളാണെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു ട്രാവൽ, നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കാനൊരു സാധ്യത. ഇപ്പോൾ കുറേ കാലമൊക്കെ പോരാടിയതിന് ശേഷം, കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഒരു നല്ലൊരു കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇനിയൊരു നിങ്ങളുടെ വ്യക്തി തമ്മിൽ വളരെ ഐക്യത്തിലേക്ക് പോകുന്നു. കുറച്ച് പേർക്കൊക്കെ ഒരു പ്രണയത്തിലേക്കുള്ളൊരു സാധ്യതയാണ് പറയണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണേ, ഇതിനൊക്കെ ഒരു സാധ്യതയാണ് പറയണത് കേട്ടോ.
അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്ന് നിർത്താണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.